ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈശ്വരൻ സർവ്വവ്യാപിയാണെങ്കിലും ഭഗവാന്റെ ചൈതന്യം അതിന്റെ മൂർത്തിമത് ഭാവത്തിൽ വിളങ്ങുന്ന ഇടമാണ് ആരാധനാലയങ്ങൾ. വളരെയധികം പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ചില ചിട്ടകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പാലിച്ചിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്. എപ്പോഴും കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാനായിട്ട്. അലക്കി വൃത്തിയാക്കിയതോ ഈറനോടെയുള്ള വസ്ത്രമോ ആണ് അഭികാമ്യം. ഭഗവാന് സമർപ്പിക്കാനുള്ള പുഷ്പങ്ങൾ, എണ്ണ, കാണിക്ക എന്നിവ കയ്യിൽ കരുതാം. ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ഉച്ചത്തിലുള്ള സംസാരം, ചിരി, പരിചയം പുതുക്കൽ, പരദൂഷണം എന്നിവ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നാമജപം മാത്രമായിരിക്കണം നമ്മുടെ ചുണ്ടുകളിൽ നിറയേണ്ടത്. ഇനി മറ്റൊരു പ്രധാന കാര്യം, മത്സ്യമാംസാദികളോ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കളോ ഉപയോഗിച്ച ശേഷം ഒരു കാരണവശാലും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല. ആദ്യം തന്നെ ചുറ്റമ്പലത്തിനു പുറത്തൂടെ വലം വെച്ച ശേഷം ക്ഷേത്രത്തിനകത്തേക്ക് കയറി ഭഗവാന്റെ വാഹനത്തിനെ വണങ്ങിയ ശേഷം ഭഗവാനെ തൊഴുക. ഭഗവാനെ കാണാനുള്ള അനുമതി തേടുക എന്ന സങ്കല്പത്തിലാണ് ഭഗവാന്റെ വാഹനത്തെ വന്ദിക്കുന്നത്. തുടർന്ന് അതാത് ദേവന്റെ നാമം ഭക്തിയോടെ ജപിച്ച് ശ്രീകോവിലിന് ചുറ്റുമുള്ള പ്രദക്ഷിണം ആരംഭിക്കാം. എല്ലായ്പ്പോഴും ഭക്തന്റെ വലതുവശത്ത് ബലിക്കല്ല് വരത്തക്ക വിധം വേണം പ്രദക്ഷിണം വയ്ക്കാൻ. ഗണപതി ഒഴികെയുള്ള ദേവീദേവന്മാർക്ക് ഒറ്റ പ്രദക്ഷിണം പാടില്ല. രാവിലെ പ്രദക്ഷിണം വെച്ചാൽ രോഗശമനവും, ഉച്ചയ്ക്ക് അഭിഷ്ടസിദ്ധിയും, സന്ധ്യയ്ക്ക് പാപപരിഹാരവും, രാത്രി മോക്ഷവും ഫലം. എല്ലാ ദേവീദേവന്മാർക്കും പൊതുവെ 3 പ്രദക്ഷിണമാവാം. ആദ്യത്തെ പ്രദക്ഷിണം പാപമോചനവും, രണ്ടാമത്തെ പ്രദക്ഷിണം ദേവദർശാനുമതിയും, മൂന്നാമത്തെ പ്രദക്ഷിണം ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു. ഇനി നമുക്ക് ഓരോ ദേവീദേവന്മാർക്കും എത്ര പ്രദക്ഷിണമാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഗണപതി ഒറ്റ പ്രദക്ഷിണം, സൂര്യൻ 2 പ്രദക്ഷിണം, മഹാദേവൻ 3 പ്രദക്ഷിണം, ദേവി 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7 പ്രദക്ഷിണം. ചില ക്ഷേത്രങ്ങളിൽ 4 പ്രദക്ഷിണവും പറയപ്പെടുന്നുണ്ട്. മഹാവിഷ്ണു, ശ്രീരാമൻ, കൃഷ്ണൻ, ധന്വന്തരി ഈ ക്ഷേത്രങ്ങളിലൊക്കെ 4 പ്രദക്ഷിണം. ഹനുമാൻ, നാഗരാജാവ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ 3 പ്രദക്ഷിണമാണ് ചെയ്യേണ്ടത്. ശാസ്താവ് 5 പ്രദക്ഷിണം, സുബ്രഹ്മണ്യൻ 6 പ്രദക്ഷിണം, അരയാല് 7 പ്രദക്ഷിണം. ഓരോ ദേവീദേവന്മാരുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന സമയത്ത് നമ്മൾ എത്ര പ്രദക്ഷിണം വയ്ക്കണം എന്നുള്ളത് അറിഞ്ഞ് ചെയ്യണം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ശ്രീകോവിലിൻ്റെ നടയിലും ബലിക്കല്ലുകളിലും തൊട്ടു തൊഴുകയോ അല്ലെങ്കിൽ കർപ്പൂരം കത്തിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. പലരും ഇങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതൊരിക്കലും ആവർത്തിക്കാതിരിക്കുക. ഇനി എങ്ങാനും അബദ്ധവശാൽ ബലിക്കല്ലിൽ തട്ടിയാൽ തൊട്ടു തൊഴാൻ പാടില്ല. ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്കുള്ള ഓവിൽ തൊടുകയോ ഓവിലൂടെ ഒഴുകുന്ന തീർത്ഥം കോരി കുടിക്കുകയോ ചെയ്യരുത്. അതും പലരും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രദക്ഷിണ ശേഷം കൊടിമര ചുവട്ടിലെ പുരുഷന്മാർ സാഷ്ടാംഗ നമസ്കാരവും സ്ത്രീകൾ പഞ്ചാംഗ നമസ്കാരവും ചെയ്യണം. സ്ത്രീകൾ ഒരിക്കലും ശയന പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല. സ്ത്രീകൾക്ക് ഒറ്റയടി പ്രദക്ഷിണമാണ് അഭികാമ്യം. നാം നമ്മെ തന്നെ ഈശ്വരനിൽ സമർപ്പിക്കുന്നതിന് പ്രതീകമായാണ് വഴിപാടുകൾ. ഒന്നും ആഗ്രഹിക്കാതെ ഭക്തിയോടെ അവനവനാൽ കഴിയുന്ന വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടത്തുന്നത് ഉത്തമമാണ്. പലരും ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമാണ് വഴിപാടുകൾ നടത്തുന്നത്. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. തികഞ്ഞ ഭക്തിയോടുകൂടി ഭഗവാനിൽ അർപ്പിക്കുന്ന വഴിപാടുകൾ ഉത്തമ ഫലം നൽകുമെന്നാണ് വിശ്വാസം. ഇനി മറ്റു ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും അതും കൂടെ ഞാൻ പറയുന്നുണ്ട്. സ്ത്രീകൾ ഒരു കാരണവശാലും മുടി അഴിച്ചിട്ടുകൊണ്ടും പുരുഷന്മാർ ഷർട്ട്, ബനിയൻ എന്നിവ ധരിച്ചുകൊണ്ടും ദേവദർശനം പാടില്ല. ശ്രീകോവിലിൽ നിന്നുള്ള ദേവചൈതന്യം സർപ്പാകൃതിയിലാണ് പുറത്തേക്ക് പ്രവഹിക്കുന്നത്. അതിനാൽ നടയ്ക്ക് നേരെ നിന്ന് ഭഗവാനെ വണങ്ങാതെ വലതുവശത്തേക്കോ ഇടതുവശത്തേക്കോ മാറി നിന്ന് ഏകദേശം 30 ഡിഗ്രി ചരിഞ്ഞു വേണം ഭഗവാനെ തൊഴാൻ. ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചന്ദനവും മറ്റ് പ്രസാദങ്ങളും ഒരിക്കലും അവിടെ തന്നെ ഉപേക്ഷിക്കാൻ പാടില്ല. തൊഴുത് പുറത്തിറങ്ങിയ ശേഷം വേണം ചന്ദനം തൊടുന്നതും മറ്റ് പ്രസാദങ്ങൾ സേവിക്കുന്നതും. എല്ലാത്തിനും പുറമെ പുല, വാലായ്മ തുടങ്ങിയ അശുദ്ധി സമയങ്ങളിൽ ഒരു കാരണവശാലും ക്ഷേത്ര ദർശനം പാടില്ല. നമ്മളെല്ലാവരും ക്ഷേത്ര ദർശനം നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനിയുള്ള ക്ഷേത്ര ദർശന സമയത്തെങ്കിലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.